നമ്മളെ ഉഷ തോറ്റുപോയിട്ടോ. പോടാ അവിടെ, ഉഷ തോറ്റു എന്ന് ആരാ പറഞ്ഞേ? അങ്ങോട്ട് നോക്കടാ. അപ്പൊ സ്കോർ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നറിയോ? USA ഒന്ന് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ USSR ആണ്. അപ്പൊ എന്താ ഞാൻ കണ്ടല്ലോ. അപ്പൊ എന്താ പറയുക, എടാ ഉസാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രിട്ടീഷുകാരെ എപ്പോഴാണ് ഇന്ത്യ വിട്ടു പോയത് എന്ന് സഖാവ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണെന്നറിയോ? ഞാനും നായനാരും ഒക്കെ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഒരു വസൂരിക്കല പോലും ഇല്ലാത്ത ഞാൻ എന്തിനാണ് ഈ കലാകാരന്മാരുടെ മീറ്റിങ്ങിന് വിളിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. കൊണ്ടോട്ടി എന്ന് കേട്ടാൽ ഓർമ്മ വരുന്നത് സീതി ഹാജിയാണ്. കൊണ്ടോട്ടി പക്ഷേ സീതി ഹാജിയുടെ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ മണ്ഡലം എന്ന് പറയാം. മലപ്പുറം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ പല മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന് മാത്രം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. മറ്റൊരു പാർട്ടിയും ജയിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങളാണ്. ആ കൂട്ടത്തിലൊന്നാണ് കൊണ്ടോട്ടി. മുസ്ലിം ലീഗിന്റെ എല്ലാ പ്രമുഖരായ നേതാക്കളും ആദ്യമായി മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരുന്ന അഹമ്മദ് കുരിക്കൽ തൊട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ വരെ, അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ നിന്ന്, ആത്മീയ ആചാര്യന്മാരുടെ തലത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന സയ്യിദ് ഉമ്മർ ബാഫക്കി തങ്ങൾ വരെ MLA ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. എന്നാലും 4 തവണ അവിടുന്ന് തുടർച്ചയായിട്ട് MLA ആയിരുന്ന സീതി ഹാജിയാണ് കൊണ്ടോട്ടി സമം സീതി ഹാജിയാണ്. കൊണ്ടോട്ടി സത്യത്തിൽ വേറൊരു പ്രത്യേകത ഉള്ളത്, കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഇന്നേ വരെ കൊണ്ടോട്ടി മണ്ഡലക്കാരനായ ഒരാൾ MLA ആയിട്ടില്ല. എപ്പോഴും മുസ്ലിം ലീഗ് ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തും. മുസ്ലിം ലീഗാണോ ആരെ നിർത്തിയാലും ആ മണ്ഡലക്കാർ ജയിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു മണ്ഡലമാണ് സീതി ഹാജി എന്ന് കേട്ടാൽ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് ലൈറ്റാവും. ഏത് രാഷ്ട്രീയ പിരിമുറുക്കമുള്ള സ്ഥലത്തും സീതി ഹാജി വന്നാൽ അങ്ങനെയാണല്ലോ. സീതി ഹാജിയാണ് നായനാരോട് മുഖത്ത് നോക്കി പറഞ്ഞത്, നമ്മുടെ ബ്രിട്ടീഷുകാരെ എപ്പോഴാണ് ഇന്ത്യ വിട്ടു പോയത് എന്ന് സഖാവ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണെന്നറിയോ? ഞാനും നായനാരും ഒക്കെ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ നായനാർക്ക് കൊടുക്കാനുള്ള കൊടുക്കുക അങ്ങനെയാണ്. ഇദ്ദേഹം എല്ലാവരോടും പറയുന്നത്, എല്ലാ പൊതുവേദിയിലും ഞാൻ പറയുന്നത്, മിക്കവാറും എല്ലാ പൊതുവേദിയിലും അദ്ദേഹം പറയുന്നത്, ഈ കലാകാരന്മാരുടെ ഞങ്ങൾ പലപ്പോഴും സാംസ്കാരിക മീറ്റിങ്ങുകൾക്കൊക്കെ MLA വിളിച്ച സീതി ഹാജി ഉള്ള കാലത്ത് അദ്ദേഹം ആദ്യം പറയുന്നത്, ഒരു വസൂരിക്കല പോലും ഇല്ലാത്ത ഞാൻ എന്തിനാണ് ഈ കലാകാരന്മാരുടെ മീറ്റിങ്ങിന് വിളിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ യോഗത്തിൽ, അങ്ങനെയുള്ള വിദ്യാഭ്യാസ ചർച്ച സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പരിപാടിക്ക് വിളിച്ചാൽ അദ്ദേഹം പറയും, നിങ്ങളെക്കാൾ വലിയ വിദ്യാഭ്യാസം എനിക്കുണ്ട്. എൻ്റെ ഡിഗ്രി എന്താണെന്ന് അറിയാമോ? LP ആണ്. LP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയോ? ലോകപരിചയമാണ്. അതാണ് എൻ്റെ ഡിഗ്രി. എങ്ങനെയാണ് ഇദ്ദേഹം ഒരുപാട് തമാശകൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട്, ധാരാളം തമാശകൾ. ഇദ്ദേഹം റഷ്യയിൽ മോസ്കോയിൽ ഒളിമ്പിക്സ് കാണാൻ പോയി. മോൻ ഇപ്പോഴത്തെ MLA PK ബഷീറും കൂടെ ഉണ്ട്. അപ്പോൾ ബഷീറിനോട് ചോദിച്ചു അത്രേ, അപ്പോൾ PT ഉഷ കഷ്ടിച്ച് തോറ്റുപോയ സങ്കടമാണ് ആള്. അപ്പോൾ ബഷീർ സീതി ഹാജിയോട് പറഞ്ഞു, നമ്മളെ ഉഷ തോറ്റുപോയിട്ടോ. പോടാ അവിടെ, ഉഷ തോറ്റു എന്ന് ആരാ പറഞ്ഞേ? അങ്ങോട്ട് നോക്കടാ. അപ്പൊ സ്കോർ ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നറിയോ? USA ഒന്ന് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ USSR ആണ്. അപ്പോൾ എന്താ ഞാൻ കണ്ടല്ലോ. അപ്പൊ എന്താ പറയുക, എടാ ഉസാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സീതി ഹാജിയുടെ തമാശകൾ. അതിഭീകരമാണ്. എത്രയോ തമാശകളുടെ സീതി ഹാജിയെ കുറിച്ചാണ് നമ്മൾ എറണാകുളത്ത് സംസാരിക്കുമ്പോൾ സീതി ഹാജി പണ്ട് പറഞ്ഞൊരു തമാശയുണ്ട്. സീതി ഹാജി, ഞാൻ എറണാകുളത്ത് പോയി ബസ് കയറിയപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോരുത്തരോട് ടിക്കറ്റ് എടുക്കുമ്പോൾ ചോദിക്കുന്നു എങ്ങോട്ടാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു മേനക, ഒരാൾ പറഞ്ഞ ഒരു കവിത, ഞാൻ പറഞ്ഞൊരു പാത്തുമ്മ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ വെച്ചാൽ അവരവന്റെ ഭാര്യമാരുടെ പേരാ പറയണ. ഇങ്ങനെ സീതി ഹാജി എന്ന് പറഞ്ഞ തമാശ, അദ്ദേഹം പറഞ്ഞതും പറയാത്തതും ഒക്കെ അദ്ദേഹത്തിന്റെ പേര്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് അതാണ് സീതി ഹാജി. സീതി ഹാജിയെ ഓർമ്മിക്കുന്ന ഒരു മണ്ഡലമാണ് കൊണ്ടോട്ടി മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭാവിയാണ്. രാഷ്ട്രീയ ഭാവി എന്ന് പറയുമ്പോൾ കൊണ്ടോട്ടിയുടെ ഒരു സ്വഭാവം വെച്ച് മുസ്ലിം ലീഗിന്റെ ഒരു മണ്ഡലം എന്ന് പറയാം. ലീഗ് അല്ലാത്ത ഒരാൾ ജയിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ സാധ്യതകൾ പറയും, വസ്തുതകൾ പറയും, കണക്കുകൾ പറയും. പ്രവചിക്കേണ്ടത് ഞങ്ങളല്ല, കൊണ്ടോട്ടിക്കാരാണ്, അല്ലെങ്കിൽ കൊണ്ടോട്ടിയെ അറിയുന്ന നമ്മുടെ വോട്ടർമാരാണ്. അവർക്ക് പ്രവചിക്കാൻ ABC ന്യൂസ് അവസരം ഒരുക്കുന്നു. മണ്ഡല പര്യടനം ഇന്ന് കൊണ്ടോട്ടിയെ കുറിച്ചാണ്. എത്രയും വേഗം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ചെല്ലുക. കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്ന ലിങ്കിൽ കയറി UDF-നാണോ LDF-നാണോ NDA-ക്കാണോ വിജയസാധ്യതയെന്ന് എത്രയും വേഗം പ്രവചിക്കാം. കൊണ്ടോട്ടി എന്ന് കേൾക്കുമ്പോൾ ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായ NM Pearson സാറ് ഇന്ന് ഞങ്ങൾക്ക് അതിഥിയായിട്ടുണ്ട്. എന്താണ് കൊണ്ടോട്ടി എന്ന് കേട്ടാൽ എൻ്റെ നാടിനെ കുറിച്ച് അങ്ങ് എന്താണ് അങ്ങയുടെ മനസ്സിലെ? എനിക്ക് സാറിൻ്റെ നാടെന്നാലൊക്കെ കൊണ്ടോട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്. സീതി ഹാജി നമുക്കറിയാം, നിയമസഭയെയും അതേപോലെ തന്നെ കേരളത്തെയും ചിരിപ്പിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ലാഘവം നിറയുന്ന മനസ്സ് അത് മനുഷ്യർക്കൊക്കെ ഒരു ആഹ്ലാദമായിട്ടാണ് തോന്നിയിരുന്നത്. നമ്മളെ എതിർക്കുന്ന ആളോ അനുകൂലിക്കുന്ന ആളോ എന്നൊന്നുള്ള അവിടെ പ്രസക്തമായ കാര്യമല്ല. അപ്പോൾ ആ രസകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അനുഭൂതിയുടെ ഒരു മണ്ഡലം എന്നാലൊക്കെ കൊണ്ടോട്ടി നമ്മൾ കാണാൻ. കൊണ്ടോട്ടിയിൽ ഇപ്പോൾ
ഈ നമ്മൾ രാഷ്ട്രീയ വിശകലനത്തിനൊക്കെ ഇരുന്നാൽ അതിനൊന്നും വലിയ പ്രസക്തിയുള്ള മണ്ഡലമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അത് സമ്പൂർണ്ണമായിട്ട് UDF അനുകൂലമായൊരു മണ്ഡലമാണ്. UDF എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമാണ്. അവിടെ അത്ഭുതങ്ങൾ നമ്മൾ കാണേണ്ടതില്ല എന്നുള്ളതാണ്. അത്ഭുതങ്ങൾ കാണുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ആ മണ്ഡലം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുള്ളൂ. ചിലപ്പോൾ അവിടുത്തെ നിലവിലുള്ള MLA-മാർ എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളൊക്കെ പെട്ടുപോയതിന് ശേഷം വരുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്തെങ്കിലും ചലനങ്ങളുണ്ടാകും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാനാണ്? പ്രത്യേകിച്ച് ചലനങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. സാറിന് കുറച്ചും കൂടി അഗാധമായിട്ട് ആ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്നതിൻ്റെ പേരിൽ പറയാൻ പറ്റില്ല കുറച്ച്. അല്ല, പക്ഷേ 2000 മുതൽ 2004 വരെയുള്ള ഒരു കാലത്ത് മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായി കാണിച്ചൊരു കാലമാണ്. മലപ്പുറം ജില്ലയിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികൾ വന്ന് ഇടതുപക്ഷം പിടിച്ചു. TK ഹംസ മലപ്പുറത്ത് നിന്ന് ജയിച്ചു ലോക്സഭയിലേക്ക്. അട്ടിമറിയായിരുന്നത്. ഇന്നിപ്പോൾ കാണുന്ന മട്ടിലുള്ള 5-6 സീറ്റുകളെങ്കിലും ഇടതുപക്ഷത്തിന് കിട്ടുക. 16 സീറ്റുകളുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടോട്ടിയിലും സാധ്യമായിരുന്നു. ഇത് എവിടെയാണ് തകർത്തതെന്ന് വെച്ചാൽ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം കൃത്യമായ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രമാണിത്വത്തെയും മുസ്ലിം സാമുദായികവാദത്തെയും ചെറുത്തുകൊണ്ട് കൃത്യമായ മതേതര പക്ഷത്ത് നിന്ന് അതിനകത്ത് ചില സാമുദായിക സമവാക്യങ്ങൾ, ഇപ്പോൾ കാന്തപുരം AP അബൂക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള സുന്നി ഗ്രൂപ്പുകളെയും കൂടെ ചേർത്ത് സാമുദായികമായൊരു ബാലൻസോടുകൂടി മതേതര രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയ കാലത്ത് ആ വളർച്ച ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചിരുന്നു. ഇതെവിടെ മുതലാണ് പുറകോട്ട് പോകുന്നതെന്നറിയോ? ഇവർ സീറ്റുകൾ വിൽക്കാൻ തുടങ്ങി. പുത്തൻ പണക്കാരെ കൊണ്ടുവന്ന സീറ്റുകൾ, അത് ചിലയിടത്ത് ആ കച്ചവടം വിജയിച്ചു. ഉദാഹരണത്തിന് അൻവർ പോലെയുള്ള സംഭവങ്ങൾ, PV അൻവറിനെ പോലെ ഉള്ളവരെ കൊണ്ടുവന്ന് നിലമ്പൂര് പിടിച്ചു. എന്തായി? CPM-ന് ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ തലവേദന അതായില്ലേ, അൻവറായിട്ട് മാറി. പോട്ടെ, എല്ലാ കാലത്തും CH മുഹമ്മദ് കോയ തൊട്ട് E അഹമ്മദ് വരെ തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന വലിയ ഭൂരിപക്ഷത്തിന്, അന്ന് 30,000 തൊട്ടുള്ള ഭൂരിപക്ഷത്തിന് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ് താനൂർ. ആ താനൂരിൽ പക്ഷേ V അബ്ദുറഹിമാൻ എന്ന പണക്കാരനെ കൊണ്ടുവന്ന്, കോൺഗ്രസ്സുകാരനായിരുന്ന V അബ്ദുറഹിമാനെ കൊണ്ടുവന്ന് ലീഗാക്കി, ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്ന് ജയിപ്പിച്ചു. അതുകൊണ്ട് ആ സീറ്റ് പിടിച്ചു എന്നുള്ളത് ശരിയാണ്. അബ്ദുറഹിമാൻ ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉണ്ട് എന്നതും ശരിയാണ്. പക്ഷേ രാഷ്ട്രീയമായി ഇപ്പോഴും താനൂരിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ തിരൂരിൽ ലില്ലീസ് ഗഫൂറിനെ കൊണ്ടുവന്ന് മത്സരിച്ച് ഇന്ന് വരെ ജയിച്ചിട്ടില്ല. ലീഗ് തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് തവനൂരിൽ കണ്ടില്ലേ, ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ടുവന്ന്. അതേസമയത്ത് ഇടതുപക്ഷം ഈ തവനൂരിൽ ഇന്നും ജയിച്ചുകൊണ്ടിരിക്കുന്ന KT ജലീലിനെ സമർത്ഥമായി മുസ്ലിം ലീഗിൽ നിന്ന് കൊണ്ടുവന്ന് കുറ്റിപ്പുറത്ത് ജയിപ്പിച്ചിട്ടാണ് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കുന്നത്. ആ മുന്നേറ്റം സാധ്യമായിരുന്നു അവിടെ. കൊണ്ടോട്ടിക്ക് എന്താ പറ്റിയത്? കൊണ്ടോട്ടിയിൽ എല്ലാ കാലത്തും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ KP സുലൈമാൻ ഹാജി എന്ന് പറയുന്നൊരു മനുഷ്യനെ അന്ന് വരെ ആ നാട്ടുകാർ ഇടതുപക്ഷത്തിൻ്റെ മേൽവിലാസത്തിൻ്റെ 7 അയലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാളെ, KMCC-കാരൻ, മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരു അനുഭാവിയായിരുന്ന ഗൾഫിലെ ബിസിനസ്സുകാരനായ ഒരാളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായിട്ട് കെട്ടിയിറക്കുകയാണ്. അതിൻ്റെ തൊട്ടു മുമ്പ് KP വീരാൻകുട്ടി എന്ന് പറയുന്ന നേതാവും, സാധാരണ ഒരു നാട്ടുംപുറത്തെ കാരണവരായ നേതാവും മത്സരിച്ചിട്ട് പോലും കിട്ടിയ വോട്ട് കിട്ടാതെ ദയനീയമായിട്ട് ഉള്ള ഒരു അവസ്ഥ. എനിക്കിതിനകത്ത് തോന്നുന്ന ഒരു കാര്യം, ഈ ഒരു മണ്ഡലം നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോഴേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ രീതിയിൽ ഒരു അനാലിസിസിനുള്ളതില്ല, അത് മുസ്ലിം ലീഗ് ജയിക്കുന്നത്. പക്ഷേ സാറിപ്പോൾ സംസാരിച്ച രാഷ്ട്രീയം വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും, CPM ആണ് ഇപ്പോൾ നമ്മളിങ്ങനെ ബദൽ പൊളിറ്റിക്സ് എന്നാലൊക്കെ മുന്നോട്ട് വെക്കുന്നത്, അവർക്ക് അവരുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ ആ പൊളിറ്റിക്സ് വെച്ചാൽ അതിൻ്റെ പിന്നാലെ ചിലപ്പോൾ ആൾ വരും. കറക്റ്റാണ്. ഒരു ബെസ്റ്റ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ചരിത്രത്തിൽ ആദ്യമായി, പെരിന്തൽമണ്ണ അറിയാലോ, നാലകത്ത് സൂപ്പി ഉൾപ്പെടെയുള്ളവർ ജയിച്ചിരുന്ന മണ്ഡലത്തെ മലപ്പുറം ജില്ല ആയിട്ട് പോലും ആദ്യമായി ഇടതുപക്ഷം പിടിച്ചെടുത്ത ആരാന്നറിയോ? V ശശികുമാർ ജയിച്ചു. ഓർമ്മയില്ലേ സാർ? V ശശികുമാർ വിവാദ പുരുഷനായതാണ്. ബദറുന്നീസ എന്നൊരു മുസ്ലിം അവിടെ മലപ്പുറം മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്ന ബദറുന്നീസയെ കല്യാണം കഴിച്ചതൊക്കെ ഈ പറഞ്ഞ മിശ്ര വിവാഹമൊക്കെ വലിയ വിവാദം ഉണ്ടാക്കിയതാ. എന്നിട്ടും ശശികുമാർ ജയിച്ചോളൂ. അതിൻ്റെ അർത്ഥം എന്താ? മലപ്പുറം മനസ്സ് ഇപ്പോഴും സെക്കുലറാണ്. അതിനെ തോൽപ്പിക്കാൻ ഇവർ സ്വീകരിച്ച, എപ്പോഴാണ് തോൽക്കുന്നത്? ആ സീറ്റ് എപ്പോഴാണ് നഷ്ടപ്പെട്ടതെന്നറിയോ? നജീബ് കാന്തപുരാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ MLA. എപ്പോഴാണ് ജയിക്കുന്നത്? KP മുഹമ്മദ് മുസ്തഫ എന്നൊരാൾക്ക്, വലിയ കാശുകാരൻ, ബിസിനസ്സുകാരൻ, അവന് മലപ്പുറം മേയറാകണം എന്ന് തോന്നിയപ്പോൾ, മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ ആകണം എന്ന് തോന്നിയപ്പോൾ മുസ്ലിം ലീഗിന് കാശ് കൊടുത്ത് മലപ്പുറം സീറ്റ് അവരോട് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഇവൻ MLA ആവണം.
അപ്പോൾ ലീഗുകാർ പറഞ്ഞു ഞങ്ങൾക്ക് തൽക്കാലം നിനക്ക് തരാൻ സീറ്റില്ല തൽക്കാലം. അപ്പോൾ അവർ നേരെ ചെല്ലുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പണക്കാരൻ്റെ സ്ഥിതി. ഇപ്പുറത്ത് കിട്ടൂല്ലെങ്കിൽ അടുത്ത കടയിൽ പോവുക. നേരെ CPM ചോദിച്ചു ഒരു സീറ്റ് തരുമോ. പെരിന്തൽമണ്ണ സീറ്റ് CPM ജയിച്ച സീറ്റ് ഈ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന പണക്കാരനെ സ്വതന്ത്രനാക്കി നിർത്ത്. ദയനീയമായിട്ട് മലപ്പുറമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ദേശാടന പക്ഷി പോലെ വന്ന ഈ നജീബ് കാന്തപുരം ആ സീറ്റും കൊണ്ട് ജയിച്ചു പോയി. ആരാ സീറ്റ്? മലപ്പുറത്തെ ഈ മുന്നേറ്റം ഉണ്ടല്ലോ സാർ പറഞ്ഞ അതാണ് പൊളിറ്റിക്സ് ഉണ്ടല്ലേ. കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം ദുർബലപ്പെടുന്നത്, നശിക്കുന്നത്, ജീർണിക്കുന്നത് അവരവരുടെ രാഷ്ട്രീയം കൈവശം വെക്കുന്ന സമയം. കറക്റ്റാണ്. അത് നശിപ്പിക്കുന്ന സമയത്താണ് ആ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യാൻ ഇപ്പോഴും ആളുകളുണ്ട്. അതെ. ആ രാഷ്ട്രീയം കൊണ്ടു നടക്കാനായിട്ട് ഇവർക്ക് കഴിയാതെ പോകുന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു അർത്ഥത്തിൽ കൊണ്ടോട്ടി പരിശോധിക്കും. സാറ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. മലപ്പുറത്ത് കണക്ക് നോക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ എന്നാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ TV ഇബ്രാഹിമാണ് 2 തെരഞ്ഞെടുപ്പിൽ അവിടെ MLA. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ മത്സരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുസ്ലിം ലീഗ് അങ്ങനെ പെട്ടെന്ന് ആളുകളെ ഇപ്പോൾ അവരുടെ ടേം കണക്ക് 2ആണോ 3ആണോ എനിക്കറിയില്ല. എന്തായാലും TV ഇബ്രാഹിം യുവ നേതാവാണ്. അദ്ദേഹം ആ മണ്ഡലത്തിൽ നല്ല വേരുകളുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, സംസ്കാരമുള്ള ആളാണ്. പഴയ കണക്കല്ല. ഇപ്പോൾ അണികൾക്ക് വിദ്യാഭ്യാസം വെച്ചപ്പോൾ തീർച്ചയായിട്ടും നേതാക്കന്മാർക്കും അനുസരിച്ചുള്ള മാറ്റം വരുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പക്ഷേ വേറൊന്നുണ്ട്, ഇതൊന്നും വലിയ ഭൂരിപക്ഷമല്ല സാറേ. മലപ്പുറത്ത് ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ ആദ്യത്തെ 2016 തെരഞ്ഞെടുപ്പിൽ TV ഇബ്രാഹിം ജയിക്കുന്നത് 10,000 വോട്ടിനാണ്, 10,654. 2021 ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് 17,000 വോട്ടിനാണ്, 17,666. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അതിൻ്റെ അതൊരു പ്രധാനപ്പെട്ട ഭൂരിപക്ഷമല്ല. പിന്നെ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഒരു ഒറ്റ കാര്യം ഓർക്കാനുള്ള ആ കൂട്ടത്തിൽ ഈ 2 തെരഞ്ഞെടുപ്പിലും BJP മലപ്പുറത്താണല്ലോ, BJP ആണ്. BJPക്ക് ഒരു ആവറേജ് 10,000 വോട്ടേ ആ മണ്ഡലത്തിലുള്ളൂ. ഒരു 2016 12,000 വോട്ട് കിട്ടി, 2021 അത് 11,000 വോട്ടായിട്ട് ഏതാണ്ട് അതുപോലെ നിലനിൽക്കും. 79.4% വോട്ടായിരുന്നു 16 രേഖപ്പെടുത്തിയതെങ്കിൽ അതേ ശതമാനം തന്നെയാണ് 21 വരുമ്പോഴും 79 അത് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടോട്ടിയിൽ ലഭിച്ച വിജയ ശതമാനം നോക്കാം. UDF 57.1 എന്ന് 2019 UDF ലഭിച്ചത് 87,561 വോട്ടും 57.1%. ഇനി LDF അത് വളരെ താഴെയാണ്, 48,248, അതായത് 31.4% വോട്ടുകളാണ് ലഭിച്ചത്. NDAക്ക് 9% വോട്ടുകളാണ്, 13,832. ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഈ പ്രശ്നമുണ്ട് സാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് അങ്ങ് തീരെഴുതി കൊടുത്തിട്ട് ഇവരൊരു തെരഞ്ഞെടുപ്പിന് പോലും നിൽക്കൂല, കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തൂല. പിന്നെ അതിലൊരു ചെറിയ അന്തർധാര ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും. വലിയ സംഭാവന UDFന്, മുസ്ലിം ലീഗിന് ഇലക്ഷൻ കമ്മിറ്റിക്ക് വലിയ സംഭാവന ഇടതുപക്ഷക്കാർ തന്നെ കൊണ്ടു കൊടുക്കും, എത്തിച്ചു കൊടുക്കും. എന്നിട്ട് ഞങ്ങളെ തലവേദന ഉണ്ടാക്കരുത് എന്ന് പറയുന്ന രീതിയിലാണ്. ഓക്കെ, ഇനി 24 വരുമ്പോൾ UDF 54 ബഷീറായിരുന്നു, TT മുഹമ്മദ് ബഷീർ. അവർ മാറിയിരുന്നു മണ്ഡലം 59.1 കൂടി ആർക്ക്? UDF. അതായത് 57.1 നിന്ന് 59.1 കൂടി. LDF 31. ഒരു കാര്യം, ഈ സമദാനി ഉണ്ടാക്കുന്ന അതിർത്തിയും കൂടി ഉണ്ട് കേട്ടോ. സമദാനിയും ബഷീർക്കയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ബഷീർ ആ മണ്ഡലക്കാരനാണ്. ബഷീർ നേരത്തെ പൊന്നാനിയിലായിരുന്നു, അത് അദ്ദേഹത്തിന്റെ മണ്ഡലമല്ല. കൊണ്ടോട്ടി നിയോജക മണ്ഡലം അദ്ദേഹത്തിന്റെ കൂടി മണ്ഡലമാണ്, TT മുഹമ്മദ് ബഷീർ. ഇനി 2024 വരുമ്പോൾ LDF 31.1, NDAക്ക് 8.8. നേരത്തെ അത് 2019 9% വരെ. ഇതായിരുന്നു ഈ കണക്കുകൾ, നിയമസഭാ മണ്ഡലം കൊണ്ടോട്ടിയിലെ കണക്കുകൾ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള കണക്കുകൾ നോക്കുമ്പോൾ UDF 99,483 വോട്ടുകൾ ലഭിച്ചു, 72,106 LDF. മറ്റത് വളരെ താഴെയാണ്, 9,079 നല്ല വ്യത്യാസമുണ്ട്. എത്ര വ്യത്യാസം വന്നപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സാർ 99,483 ആണ് UDF. അത് 72,106 LDF. നല്ല വ്യത്യാസമുണ്ട്, 20-ലേറെ വ്യത്യാസം. അല്ല, LDF നന്നായി മെച്ചപ്പെട്ടു എന്നർത്ഥം. LDF നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇവിടെയും അത് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ കാണുന്നതും LDF 31%, അത് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ലേശ ഒരു വർധനമാണ് അവിടെ, നേരിയ വർധനമാണ് കാണുന്നത്. പക്ഷേ തീർച്ചയായിട്ടും അപ്പോൾ കണക്കുകൾ പറയുന്നത് സാറ് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കണക്കുകൾ കൊണ്ട് കൊണ്ടോട്ടിയിലൊന്നും പറയാനില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സാധ്യതകൾ ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ നയവും പരിപാടിയും അവർ രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്നതനുസരിച്ചും അവർ പൊളിറ്റിക്കലാണോ എന്ന ചോദ്യം, കച്ചവടത്തിന് പകരം തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിട്ടാൽ, തെരഞ്ഞെടുപ്പിനെ ആശയപരമായി നേരിട്ടാൽ ഇപ്പോഴും മലപ്പുറത്ത് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
ഈ നമ്മുടെ സിരിയാജിയെ കുറിച്ച് സിരിയാജി ഈ സുഗതകുമാരി ടീച്ചറുടെ വായടപ്പിച്ച ഒരു മറുപടി പറഞ്ഞ ഓർമ്മയില്ലേ? മഴ പെയ്യുന്നില്ല. ആ, വല്ലാത്തൊരു മറുപടിയാണത്. അതുപോലെയാണ് ഈ കൊണ്ടോട്ടി മണ്ഡലത്തിലെ സ്ഥിതി. മറുപടി വളരെ വളരെ സിമ്പിളാണ്. ഈ കാട് വെട്ടിയാൽ സിരിയാജിയും കൂട്ടരും നിലമ്പൂർ കാട്ടിലെ കാട് വെട്ടുന്നു എന്ന് പറയുമ്പോൾ, എന്താ ടീച്ചറെ കടലിൽ മഴ പെയ്യുന്നത് കാടുണ്ടായിട്ടാണോ എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം ഉണ്ടായാൽ, അത് നേർവഴിക്ക് സഞ്ചരിച്ചാൽ കൊണ്ടോട്ടി പോലും അസാധ്യമല്ല. മീൻസ് ഇടതുപക്ഷത്തിന് സാധ്യതയുള്ള ഒരു മണ്ഡലം. എനിക്ക് ഇതിനകത്ത് തോന്നിയ ഒരു കാര്യം, ഈ മലപ്പുറം എന്ന് പറയുന്നതിന് പകരം ഇതാണല്ലോ പ്രശ്നം. അവിടെ അവരുടെ രാഷ്ട്രീയം, അവരുടെ പൊളിറ്റിക്സ് കൃത്യമായിട്ട് പ്രയോഗവൽക്കരിക്കാൻ ശ്രമം നടത്തിയാൽ അതിനൊക്കെ മാറ്റം വരും. തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് അല്ല, അവിടെ ഈ അൻവർ പണച്ചാക്കുകൾ അവരുടെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ലെന്നൊരു പാഠം ഇപ്പോഴെങ്കിലും അവർ പഠിക്കേണ്ട സമയം. ആ പാഠം, നിലമ്പൂർ പാഠം നമ്മുടെ മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലത്തിലും ഒരുപോലെ പ്രയോഗിച്ചാൽ ഇടതുപക്ഷത്തിന് പോലും സാധ്യതയുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തിന് സാധ്യത തെളിഞ്ഞാൽ മാത്രമേ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് എന്ന ഒന്ന്, അതിൻ്റെ ഒരു ആവേശം, അതിൻ്റെ ഒരു ജനാധിപത്യപരമായ ഒരു ഉത്സവം അതൊക്കെ ഉണ്ടായിത്തീരുകയുള്ളൂ. ആ ബോധ്യം ഉണ്ടാവേണ്ടത് ഇടതുപക്ഷത്തിനാണ്. തീർച്ചയായിട്ടും ഈ ലീഗ് നേതാക്കന്മാർ ഞങ്ങളോട് ഞങ്ങൾ പറയുന്നൊരു തമാശയുണ്ട്. ഈ ഞങ്ങളൊക്കെ മത്സരിക്കുന്നത് മാഷേ ഈ IAS പരീക്ഷ പോലെയാണ്. പ്രിലിംസ് ജയിക്കേണ്ടത് പാണക്കാട്ട് നിന്നാണ്. അത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബാക്കി പരീക്ഷ ഞങ്ങൾക്ക് ഇഷ്യൂ അല്ലാതെ അത് മാറണ്ടേ. പ്രിലിംസും ഫൈനലും ഒക്കെ എവിടെ ആവണം? പ്രിലിംസും ഫൈനലും ഒക്കെ ജനങ്ങളാവണം. ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷം തന്നെ വിചാരിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. എന്തെങ്കിലും മാറ്റം കൊണ്ടോട്ടിയിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതും പ്രവചിക്കേണ്ടതും നമ്മളല്ല. അത് പ്രവചിക്കേണ്ടത് തീർച്ചയായിട്ടും വോട്ടർമാരാണ്. വോട്ടർമാർക്ക് പ്രവചിക്കാൻ ABC ന്യൂസിന്റെ കമന്റ് ബോക്സ് തുറന്നിരിക്കുന്നു. നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അതിവേഗമാകട്ടെ. കമന്റ് ബോക്സിൽ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയ സാധ്യത എന്ന് എത്രയും വേഗം നിങ്ങൾക്ക് പ്രവചിക്കാം. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.